ഹലോ ഫ്രണ്ട്സ്, ഹേഡി പാർട്ട് 1 കാണുന്നതിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അത് കേൾക്കെ ആൽപ്പമ്മാവന് കുട്ടിയെ നോക്കാൻ കഴിയുമോ എന്ന് വാർബലിന് പിന്നെയും സംശയമായി. ആൽപ്പമ്മാവൻ ഒരു മുരടനാണെന്ന് ഗ്രാമത്തിലെല്ലാവർക്കും അറിയാം. ഗ്രാമത്തിലെ ആരുമായും അയാൾക്കൊരു സംസർഗവുമില്ല. പക്ഷേ ഡെറ്റി ഉറപ്പിച്ചു പറഞ്ഞു, അയാൾ അവളുടെ അപ്പൂപ്പനാണ്. അവളോടുള്ള കടമ അയാൾ നിറവേറ്റിയേ പറ്റൂ. വാർബൽ ആൽപ്പമ്മാവനെപ്പറ്റി തിരക്കി. എന്നാൽ ഡെറ്റി മറുപടി പറയാൻ വിസമ്മതിച്ചു. കാരണം അവൾ ഗ്രാമത്തിലെ എല്ലാവരോടും അയാളുടെ കഥ പറഞ്ഞു പരത്തുമെന്ന് ഡെറ്റിക്കറിയാം. വാർബലിൻ്റെ ജിജ്ഞാസ ഉണർന്നു. അവൾ ഡെറ്റിയെ നിർബന്ധിക്കാൻ തുടങ്ങി. തീർച്ചയായും ഡെറ്റി പറയുന്നതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുമെന്ന് അവർ ഉറപ്പുകൊടുത്തു. ഡെറ്റി കഥ പറഞ്ഞു തുടങ്ങി. ഡോംസ്റ്റെക്കിലെ ഒരു വലിയ കൃഷിയിടത്തിൻ്റെ ഉടമയായിരുന്നു അയാൾ. പക്ഷേ കുടിയും ചൂതുകളയും അയാളെ ദരിദ്രനാക്കി. മാതാപിതാക്കന്മാർക്ക് ദുഃഖത്തോടെ ഈ ലോകം വിടേണ്ടി വന്നു. ഇളയ സഹോദരനും അയാളെ വിട്ടുപോയി. ചീത്തപ്പേരല്ലാതെ ഒന്നും ശേഷിച്ചില്ല. അതുകൊണ്ട് അയാൾ ആ സ്ഥലം വിട്ടുപോയി. ഒരിക്കൽ കേട്ടു, അയാൾ പട്ടാളക്കാരനായി നേപ്പിൾസിലേക്ക് പോയി. പിന്നെ ഡോംസ്റ്റെക്കിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ചെറു പയ്യനുമായിട്ടാണ്. അവനെ അയാൾ ചില അടുത്ത ബന്ധുക്കളെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുമായി ബന്ധം തുടരുന്നതിന് അവരാരും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഡോംസ്റ്റെക്ക് വിട്ട് അയാൾ ഡോർഫ്ലിയിൽ നിന്ന് അകലെ ഒരു മലമ്പ്രദേശത്ത് വാസമുറപ്പിച്ചു. മകൻ്റെ ജനനത്തെ തുടർന്ന് അയാളുടെ ഭാര്യ മരിച്ചുപോയി. അവസാനം അയാൾ തൻ്റെ മകനായ തോബിയാസിനെ ആശാരിയുടെ കീഴിൽ തടിപ്പണി പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചു. പയ്യൻ വളരെ നല്ലവനായിരുന്നു. ഡോർഫ്ലിയിലെ ആളുകളുമായി അവൻ പെട്ടെന്ന് ഇണങ്ങി. പക്ഷേ അമ്മാവൻ അപ്പോഴും ഒറ്റപ്പെട്ട് തന്നെ കഴിഞ്ഞുകൂടി. എന്നിട്ട് തോബിയാസിന് എന്ത് സംഭവിച്ചു? വാർബൽ തിരക്കി. തോബിയാസ് മിൽസിൽ ചെന്ന് തൊഴിൽ പഠിച്ചു. പരിശീലനത്തിന് ശേഷം ഡോർഫ്ലിയിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ സഹോദരി അഡ്ലേഡിനെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം തോബിയാസ് ഒരു അപകടത്തിൽ മരണമടഞ്ഞു. അവളുടെ മരണശേഷമാണ് ഹേഡി ജനിച്ചത്. 2 മാസത്തിനു ശേഷം ശിശുവായ ഹേഡിയെ ഒറ്റയ്ക്കാക്കി എൻ്റെ സഹോദരിയും മരിച്ചു. അമ്മാവൻ്റെ പാവങ്ങൾക്കുള്ള ദൈവശിക്ഷയാണതെന്നാണ് ഗ്രാമത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. പുരോഹിതൻ ഉപദേശിച്ചതോടെ കോപിഷ്ഠനായ അയാൾ മലനിരകളിൽ ഏകാന്ത ജീവിതം നയിക്കുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയും ഞാനും ഹേഡിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു. ഹേഡിയെ ആ കിളവൻ്റെ സംരക്ഷണയിൽ വിടുന്നതിൽ നിന്ന് ഡെറ്റിയെ പിന്തിരിപ്പിക്കാൻ വാർബൽ ശ്രമിച്ചു. പക്ഷേ അവൾ പാറ പോലെ ഉറച്ചുനിന്നു. പെട്ടെന്ന് തന്നെ അവർക്ക് പിരിയാനുള്ള സ്ഥലം എത്തി. അവർ കൈകൊടുത്ത് വഴി പിരിഞ്ഞു. വാർബൽ കടുത്ത തവിട്ട് നിറമുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് കയറിപ്പോയി. അത് പീറ്ററിൻ്റെ കുടിലായിരുന്നു. അവന് ഏകദേശം 11 വയസ്സുണ്ട്. അവനൊരു ആട്ടിടയൻ. ദിവസവും രാവിലെ അവൻ ആടുകളെ മലമുകളിലേക്ക് അടിച്ചു തെളിച്ചു കൊണ്ടുപോകും. സന്ധ്യയ്ക്ക് അവറ്റയുമായി ആടിയും ചാടിയും ഡോർഫ്ലിയിലേക്ക് മടങ്ങും. അവിടെ മടങ്ങിയെത്തിയെന്ന് ആളുകളുടെ ഉടമസ്ഥർക്ക് അടയാളം നൽകാനായി ചെവി തുളച്ചു കയറും പോലെ അവൻ ചൂളമടയ്ക്കും. സാധാരണയായി വീടുകളിലെ ചെറിയ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആണ് പീറ്ററിൻ്റെ കയ്യിൽ നിന്ന് ആടുകളെ ഏറ്റുവാങ്ങുക. തൻ്റെ കൂട്ടുകാരെ കാണാൻ അവന് കിട്ടുന്ന ഏക അവസരമാണത്. ഹേഡി പാർട്ട് 3 ഉടൻ തന്നെ വരുന്നതായിരിക്കും.